നിങ്ങൾ നിങ്ങളുടെ പർദ്ദ ഊരിയിട്ട് അവരെ ഇടിച്ചു കൊടുക്കുന്നത് പോലെയാണ്. ഇസ്ലാമികമായിട്ട് ഈ വേഷം ധരിക്കണ കുറേ മനുഷ്യന്മാരുണ്ട്. അവർ നല്ല വേഷം ധരിക്കും, പർദ്ദ ധരിക്കും, അല്ലെങ്കിൽ ചില ആണുങ്ങളാണെങ്കിൽ ആ രൂപത്തിലുള്ള വസ്ത്രം ധരിക്കും, നല്ല രൂപത്തിലുള്ള വസ്ത്രമൊക്കെ ധരിക്കും. പലപ്പോഴും മറ്റുള്ള ആളുകളുടെ ദുഷിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കും, മറ്റുള്ള ആളുകളുടെ പോരായ്മകൾ ഇങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർ തമ്മിൽ കൂടിക്കഴിഞ്ഞാൽ പരദൂഷണങ്ങൾ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഒരു പർദ്ദ ഇട്ടിട്ട് സ്ത്രീകൾ ഇങ്ങനെ റോട്ടിലൂടെ നടന്നു പോകുന്നു. അവർക്ക് പറ്റാത്ത രൂപത്തിലുള്ള വസ്ത്രം ധരിച്ചിട്ടുള്ള സ്ത്രീകൾ ആ അങ്ങനെ ആ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ അവരൊക്കെ നോക്കിയിരുന്ന് തിരിച്ചു വന്നു എല്ലാവരോടും പറയും, ഇന്ന് കുറച്ച് കുട്ടികളെ കണ്ടു, വളരെ മോശമായിട്ട് വസ്ത്രം ധരിച്ച് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ നടക്കണം. ഇങ്ങനെ കുറേ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയും. നിങ്ങൾക്ക് എന്തെങ്കിലും തിരുത്തി കൊടുക്കാനുണ്ടെങ്കിൽ നേരിട്ട് തിരുത്തി കൊടുക്കുക. അത് വന്നിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കണം എന്താണെന്നറിയാം, നിങ്ങൾ നിങ്ങളുടെ പർദ്ദ ഊരിയിട്ട് അവരെ ഇടിച്ചു കൊടുക്കുന്നത് പോലെയാണ്. നിങ്ങൾ അവരെ പറ്റിയിട്ട് മോശം പറയുമ്പോൾ അവർ ആ വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടുകയും നിങ്ങൾ കുറ്റക്കാരാവുകയും ചെയ്യുകയും ചെയ്യും. അപ്പോൾ മറ്റുള്ള ആളുകളെ കുറിച്ച് അനാവശ്യമായിട്ടുള്ള ദുഷിപ്പുകൾ പറയുന്നത് അവസാനിപ്പിക്കണം. ജീവിതത്തിൽ ഒരിക്കലും കാണുന്ന ആൾക്കാരെ പറ്റിയിട്ട് ഒരിക്കലും കുറ്റങ്ങൾ പറയരുത്. എന്താണെന്നറിയോ, പിന്നെ ആ ആളെ പൊരുത്തപ്പെടിയിക്കാൻ നമുക്ക് സാധിക്കില്ല. ആ ആളെ പിന്നെ നമ്മൾ കാണൂല. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഒരിക്കൽ കാണുന്ന ആൾക്കാരെ പറ്റിയിട്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, മോശത്തരം പറഞ്ഞു നടക്കുന്ന പരിപാടി അവസാനിപ്പിക്കണം. അത് അത്യാവശ്യമായിട്ട് എനിക്ക് നമ്മൾ ആളുകൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. പരദൂഷണം ഒഴിവാക്കണം. പരമാവധി മറ്റുള്ള ആളുകളെ പറ്റിയിട്ട് മോശം പറഞ്ഞ് നടക്കുന്ന പരിപാടികൾ അവസാനിപ്പിക്കണം. നിങ്ങൾക്ക് മോശമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനാണുള്ളത്. നിങ്ങൾക്ക് അവരോട് കാര്യങ്ങൾ പറയാന്നുള്ളതും, അല്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ താഴ്ത്തുക എന്നുള്ളതുമാണ് ഞാൻ പഠിപ്പിക്കുന്ന രീതി. അത് മറച്ചു വെച്ചിട്ട് അതൊന്നും നമുക്ക് ബാധകമല്ല. നമ്മൾ നോക്കാനുള്ളതൊക്കെ നോക്കുകയും ചെയ്യും, നമ്മൾ കാണാനുള്ളതൊക്കെ കാണുകയും ചെയ്യും, എന്നിട്ട് നമ്മുടെ നാട് മുഴുവൻ പാടി നടക്കുകയും ചെയ്യും. പക്ഷെ ആ പാടി നടക്കുന്നതിന് എവിടെയും അനുമതി കൊടുത്തതായിട്ട് ഒരറിവുമില്ല, അല്ലേ?